ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന 2026 എന്ന് പറയുന്നത് PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങൾ മുന്നിലുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഒരുപാട് പേര് PSC മേഖലയിലേക്ക് പഠിക്കാനായി എത്തിയിട്ടുണ്ട്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയാണ് അടുത്ത വർഷത്തേക്ക് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പെയ്ഡ് കോഴ്സുകൾ എടുത്ത് പഠിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. പക്ഷെ അതേസമയം തന്നെ പെയ്ഡ് ക്ലാസ് എടുത്ത് പഠിക്കാൻ സാധിക്കാതെ എന്നാൽ PSC പഠനം നന്നായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളും നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരം ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യ നൽകുന്ന ഒരു ഫ്രീ സ്റ്റഡി പ്ലാൻ പാക്കേജ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മാസം 1-ാം തീയതി മുതൽ ലക്ഷ്യയുടെ ടെലഗ്രാമും യൂട്യൂബും ചേർത്തുകൊണ്ട് തികച്ചും സൗജന്യമായി PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കൃത്യമായി സ്റ്റഡി പ്ലാൻ നൽകിക്കൊണ്ടുള്ള ഈ പരിശീലനം 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ കൃത്യമായി ഫോളോ ചെയ്തു വരുന്നത്. ഇനിയും ജോയിൻ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കായി നമ്മുടെ സൗജന്യ സ്റ്റഡി പ്ലാൻ പാക്കേജിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ PSC ആത്മാർത്ഥമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളതിപ്പോൾ ലക്ഷ്യയുടെ ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആയാലും അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായാലും, നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച സ്റ്റഡി പ്ലാനാണ് ലക്ഷ്യ ടെലഗ്രാം ചാനലിലൂടെ സൗജന്യമായിട്ട് നൽകുന്നത്. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കുക. ഞാൻ കൃത്യമായിട്ട് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ ലക്ഷ്യ കേരള എന്നാണ് പേര്. ലക്ഷ്യ ടെലഗ്രാം ചാനലിലും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലും ലക്ഷ്യ കേരള എന്ന് തന്നെയാണ് പേര്. ഇതിൽ രണ്ടിലും നിങ്ങൾ ജോയിൻ ചെയ്യുക, ഉറപ്പായിട്ട് ജോയിൻ ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകം പേയ്മെന്റ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുക, അതിനുശേഷം നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതിയാകും. നിങ്ങൾ ടെലഗ്രാം ചാനലിൽ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ നാളെ മുതൽ, ഇന്നാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ 5 മണിക്ക് തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലൂടെ. ആ സ്റ്റഡി പ്ലാനിൽ നാളത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, നിങ്ങൾ എന്തൊക്കെ എക്സാം എഴുതണം, നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സുകൾ കാണണമെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനായി നൽകും. അതിൽ നമ്മൾ നൽകുന്ന ക്ലാസിൻ്റെയും നോട്ടിൻ്റെയും പരീക്ഷകളുടെയും ടൈം ആ സ്റ്റഡി പ്ലാനിൽ നൽകിയിരിക്കും. ഈ സ്റ്റഡി പ്ലാൻ വച്ചിട്ടാണ് നാളത്തെ ദിവസത്തെ നിങ്ങളുടെ PSC പഠനം നമ്മൾ സജ്ജമാക്കുന്നത്. ഇനി ഈ സ്റ്റഡി പ്ലാനിൽ പറയുന്നതും ലക്ഷ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ദിവസം സ്റ്റഡി പ്ലാൻ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് കറണ്ട് അഫയേഴ്സിന്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും. കറണ്ട് അഫയേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. പഠനം നല്ല രീതിയിൽ വളരെ കൃത്യമായിട്ടും ചിട്ടയായിട്ടും വളരെ ഭംഗിയിലും ഡിസൈൻ ചെയ്ത ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് തരുന്നത്. കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ മാത്രം നിങ്ങൾക്ക് തരുകയല്ല ചെയ്യുന്നത്, ആ മെറ്റീരിയൽ പഠിക്കാൻ നിങ്ങൾക്കൊരു സമയം തരും. ആ സമയം കഴിഞ്ഞ ഉടനെ തന്നെ ലക്ഷ്യയുടെ അതേ ടെലഗ്രാം ചാനലിൽ തന്നെ ഒരു പോൾ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ നോട്ട് പഠിച്ചതിന് ശേഷം ഈ പോൾ എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർ എന്ന് പറയുന്ന മേഖല വളരെ കൃത്യമായിട്ട് കവർ ചെയ്യും. നിങ്ങൾ ലക്ഷ്യയിലായാലും എവിടെയായാലും പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, കറണ്ട് അഫയേഴ്സിൽ ഇതിലും നല്ലതായിട്ട് ഒരു മെറ്റീരിയലും എക്സാമും നിങ്ങൾക്കൊരു കിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അത്രയും നല്ല രീതിയിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ മെറ്റീരിയലും എക്സാമും നൽകുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നൽകുന്നത് ലക്ഷ്യയുടെ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യലാണ്. ഇത് ഡെയിലി കറണ്ട് അഫയേഴ്സ് അല്ല, ഇത് അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലകളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഉദാഹരണം, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. കാരണം ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദ്യം ചോദിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ അതൊരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നൽകും. നേരത്തെ തന്ന കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ അല്ല, ഇത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഒരു വിഷയത്തെ ബേസ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ പാക്കേജിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലക്ഷ്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകളാണ്. ഇത് യൂട്യൂബ് ചാനലിലൂടെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. പക്ഷേ ആ ലൈവ് ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന എക്സാംസ് എല്ലാം ടെലഗ്രാമിലൂടെ ആയിരിക്കും. അപ്പം നിങ്ങൾ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്തിരിക്കണം, യൂട്യൂബ് ചാനലിലും ജോയിൻ ചെയ്തിരിക്കണം.
ചൊവ്വ, വ്യാഴം, ശനി എന്നീ 3 ദിവസങ്ങളിൽ 1 മണിക്കൂറിന്റെ തികച്ചും സൗജന്യമായ ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾറെഡി ഇത് തുടങ്ങിയിട്ട് 1 മാസമായി. 11 ക്ലാസ്സുകളോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ക്ലാസ്സിന്റെ നിലവാരം എന്താണെന്ന് അറിയാൻ നിങ്ങൾ ആ ക്ലാസ്സുകൾ കണ്ട ഉദ്യോഗാർത്ഥികൾ ആ ക്ലാസ്സുകളിൽ നൽകിയിരിക്കുന്ന കമന്റുകൾ നോക്കിയാൽ മാത്രം മതി. അത്രമാത്രം യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ നൽകുന്നത്. ഇനി ഈ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. അതിനുശേഷം ഈ ലൈവ് ക്ലാസ്സിനെ അടിസ്ഥാനപ്പെടുത്തി എക്സാം നമ്മൾ നടത്തും. ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ലൈവ് ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ പേര് PQ ടൈംസ് എന്നാണ്. ആ PQ ടൈംസിനെ ബേസ് ചെയ്തിട്ട് PDF എക്സാംസ് ആണ് നമ്മൾ നടത്തുന്നത്. അതായത് PDF ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ആ പരീക്ഷ എഴുതി നോക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങളുടെ OMR ഷീറ്റ് ഉപയോഗിച്ച് എഴുതി നോക്കാം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ മാർക്ക് ചെയ്തിട്ട് ആ PDF കൂടി നൽകും. അങ്ങനെ നിങ്ങൾ കൃത്യമായി ലൈവ് ക്ലാസ് കാണുകയും അതിന്റെ PDF എക്സാംസ് നിങ്ങൾ എഴുതി നോക്കുകയും ചെയ്യും. അതിനുശേഷം നമുക്കറിയാം എല്ലാ PSC പരീക്ഷകളുടെ അടിസ്ഥാനം നിലവിൽ SCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ആ SCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കിയ PDF നോട്ട്സ് നിങ്ങൾക്ക് നൽകും. ഞാൻ പറയുന്നത് PDF നോട്ട്സ് നൽകുമെന്ന് പറഞ്ഞാൽ വെറുതെ സമഗ്രയിൽ നിന്നും PDF ഡൗൺലോഡ് ചെയ്തിട്ട് ആ PDF മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് തരും എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ്, ആ PDF-ൽ നിന്നും ലക്ഷ്യയുടെ റിസർച്ച് ടീം വളരെ കൃത്യമായി PSC ഓറിയന്റഡ് ആയിട്ട് തയ്യാറാക്കിയ ഒരു SCERT സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, ഇതാ നോക്കൂ, ഇവിടെ എക്സാമ്പിൾ 10ാം ക്ലാസ്സിലെ സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു PDF ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയത്. നോക്കൂ, വളരെ വ്യക്തമായിട്ട് ആ നോട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നു, ചിത്രങ്ങൾ ഉൾപ്പെടെ. നിങ്ങൾ ഈ നോട്ട് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ഒരു PDF എക്സാം ഉണ്ടാവും. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ SCERT എക്സാംസ് എഴുതി നോക്കാം. എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ ആൻസർ കീയും നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമ്മൾ SCERT മേഖലകൾ ഈ സ്റ്റഡി പ്ലാനിൽ കവർ ചെയ്ത് പോകും. ഓക്കെ, അതിനുശേഷം നമ്മൾ നൽകുന്നത് PSCയുടെ എല്ലാ ചോദ്യ പേപ്പറുകളും പരിശോധിച്ചതിന് ശേഷം സ്ഥിരമായി ആവർത്തിക്കുന്ന കുറേ മേഖലകളുണ്ട്. അതിനെ നമുക്ക് ഹോട്ട് ടോപ്പിക്സ് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്സ് തിരഞ്ഞു കണ്ടുപിടിച്ച് ആ ഹോട്ട് ടോപ്പിക്കിന്റെ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ നൽകും. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഈ മാതൃകയിലാണ് തരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ലോക വിപ്ലവങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഹോട്ട് ടോപ്പിക്സ് എന്ന രീതിയിൽ നൽകും. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പോൾ എക്സാം ഉണ്ടാവും. PDF എക്സാം അല്ല, പോൾ എക്സാം. ഇവിടെ വാട്ടർലൂ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ PSC ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മേഖലകൾ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സെഷനാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം MEM സ്പെഷ്യൽ പാക്കേജ്. എന്താണ് MEM സ്പെഷ്യൽ പാക്കേജ്? നിങ്ങൾക്കറിയാം, മാത്സ്, ഇംഗ്ലീഷും മലയാളം എന്നീ വിഷയങ്ങൾ പഠിക്കാതെ ഒരിക്കലും നമുക്ക് വലിയൊരു മാർക്ക് PSC പരീക്ഷകൾക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ആ കാര്യം നമുക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്പെഷ്യൽ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നമ്മൾ മാത്സിന് വേണ്ടി നൽകുന്നത് മാത്സിന്റെ ഒരു ക്ലാസ് ആണ്. യൂട്യൂബ് ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡഡ് ക്ലാസ് ആണ്. ആ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായി കണ്ടുപോവുകയാണെങ്കിൽ PSC പരീക്ഷയ്ക്കുള്ള മാത്സിന്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, മാത്സിന്റെ എല്ലാ ടോപ്പിക്കും റെക്കോർഡഡായി തരുന്ന ഒരേ ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങളുടേതായിരിക്കും. എല്ലാ ടോപ്പിക്കും തരികയാണ്, ഒറ്റ ടോപ്പിക് ഒഴിവാക്കുന്നില്ല. അത് കൃത്യമായി തരികയും ആ ക്ലാസ് വെറുതെ തന്നിട്ട് പോവുകയല്ല ചെയ്യുന്നത്. ആ ക്ലാസ്സിനെ ബേസ് ചെയ്തൊരു PDF എക്സാം ഉണ്ടാവും. നിങ്ങൾക്ക് അത് എഴുതി നോക്കാം. അതിനുശേഷം നമ്മൾ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. തീരുന്നില്ല. അതിനുശേഷം ഈ മാത്സിന് നമ്മൾ തന്ന ചോദ്യങ്ങളില്ലേ, ആ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ ടെലഗ്രാം ചാനലിൽ നൽകും. അപ്പോൾ ക്ലാസ് കിട്ടും, PDF ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, അതിനുശേഷം മാത്സിന്റെ എക്സ്പ്ലനേഷൻ കിട്ടും. ഇത് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് നോക്കൂ. 4-5 മാസം കൊണ്ട് മാത്സിന്റെ മുഴുവൻ ചാപ്റ്ററും നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഫ്രീ ഇംഗ്ലീഷ് നോട്ട്സ് ആൻഡ് എക്സാം. ഇംഗ്ലീഷിൽ നമ്മൾ നോട്ട്സ് ആണ് നൽകുന്നത്, കൃത്യമായിട്ട് തയ്യാറാക്കിയ നോട്ട്സ് ആണ്. ആ നോട്ട്സ് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം ആ നോട്ട്സിനെ ബേസ് ചെയ്ത് എക്സാം ഉണ്ടാവും, നോട്ട് എക്സാം ഉണ്ടാവും ഇംഗ്ലീഷ്. അതുപോലെ തന്നെയാണ് മലയാളവും. മലയാളത്തിൻ്റെത് വളരെ ഭംഗിയിൽ തയ്യാറാക്കിയ, മലയാളത്തിൽ വരുന്ന പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ടുള്ള PDF നോട്ട്സ് പഠിക്കാനായി ഒരു സമയം തരും. അതിനുശേഷം മലയാളത്തിന്റെ എക്സാം. ഇത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളാണ്, തിങ്കൾ, ബുധൻ, വെള്ളി. അപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇനി ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി അതിനുശേഷം പ്രീവിയസ് ഇയർ മാർക്ക്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത്
മുൻവർഷങ്ങളുടെ PSC ചോദ്യ പേപ്പറുകൾ പ്രൊവൈഡ് ചെയ്യും. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിഷ് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് എഴുതാൻ സമയം തരും. അതിനുശേഷം ഇതിന്റെ ആൻസർ കീ മാർക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. തീരുന്നില്ല, അതിന്റെ മാത്സ് ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ തരും. അപ്പോൾ അതിലെ GKയും നിങ്ങൾക്ക് മനസ്സിലാവും, മാത്സും പഠിക്കാൻ പറ്റും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും പഠിച്ചു പോവുകയാണ്. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണ്. പഠിച്ചാൽ മാത്രം പോരാ, കൃത്യമായിട്ട് റിവിഷനും കൂടി വേണം. ആ റിവിഷൻ നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും നടത്തും. കഴിഞ്ഞ തിങ്കൾ മുതൽ ശനി വരെ തന്ന ഹോട്ട് ടോപ്പിക്സിന്റെയും SCRT നോട്ടിന്റെയും കറണ്ട് അഫയേഴ്സിന്റെയും എക്സാംസ് റിവിഷൻ പോലെ നമ്മൾ ഞായറാഴ്ച നടത്തും. അങ്ങനെ നമ്മുടെ ഒരാഴ്ചത്തെ പഠനം അവസാനിക്കും. വീണ്ടും തിങ്കളാഴ്ച പുതിയ സ്റ്റഡി പ്ലാനോടുകൂടി ഓരോ ദിവസത്തെയും പഠനം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലൂടെ PSCയുടെ നോട്ടിഫിക്കേഷൻസും PSCയുടെ പരീക്ഷാ കലണ്ടർ ഉൾപ്പെടെയുള്ള എല്ലാ PSC അപ്ഡേറ്റ്സും അതാത് സമയങ്ങളിൽ തന്നെ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഡെയിലി PSC അപ്ഡേറ്റ്സ് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പവർ പാക്ഡ് സ്റ്റഡി പ്ലാൻ ആണ് ലക്ഷ്യ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നൽകുന്നത്. പെയ്ഡ് കോഴ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരു സൗജന്യ സ്റ്റഡി പ്ലാനും ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ടെലഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും നൽകുന്ന കോണ്ടന്റുകളിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതേ കോൺഫിഡൻസ് നിങ്ങളും കാണിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സർക്കാർ ജോലി കിട്ടും. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യം. ലക്ഷ്യ കേരള എന്ന ടെലഗ്രാം ചാനലിൽ യൂട്യൂബ് ചാനലിലും ജോയിൻ ചെയ്യുക. അതിന്റെ രണ്ടിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് നൽകിയിരിക്കാം. പിന്നെ ജോയിൻ ചെയ്താൽ മാത്രം പോരാ, ലക്ഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരേപോലെ പഠനത്തിൽ ആത്മാർത്ഥത ഉണ്ടാവണം. നമ്മൾ പഠിപ്പിക്കുന്നതിലും തരുന്ന നോട്ട്സിലും പൂർണ്ണമായ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലും പരീക്ഷ എഴുതുന്നതിലും പൂർണ്ണമായ ആത്മാർത്ഥത കാണിക്കുക. എങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും, നിങ്ങൾക്കൊരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് നാളെ മുതൽ പഠിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുവെങ്കിൽ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.